خيار قد كنت قواما بكم بالأسحار يا ليت شهدي والمنايا أطوار. ആദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൻ്റെ വെളിച്ചം എന്ന പ്രമേയവുമായി SYSന്റെ ക്യാമ്പയിൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽ ഈ അടുത്ത് നമ്മുടെ ഇന്ത്യ രാജ്യം കണ്ട വലിയ മഹാനായ ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമ അവരുടെ സ്മാരകമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും താല്പര്യമുള്ള സാധു സഹായ സംരക്ഷണത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ ഭാഗമായി ഒരു പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം, അതിൻ്റെ ആധാരം കൈമാറലടക്കം വളരെ അനുഗ്രഹീതമായ സ്തുത്യർഹമായ ഒരു പരിപാടിയിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു ഇതെല്ലാം അവൻ പൊരുത്തപ്പെട്ട നിലക്ക് നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ നേരത്തെ എത്താൻ ഉദ്ദേശിച്ച് ഇറങ്ങിയിരുന്നുവെങ്കിലും ബ്രിട്ടീഷുകാരുണ്ടാക്കിയ റോഡിൻ്റെ ശേഷം പിന്നെ റോഡിനൊന്നും യാതൊരു പുരോഗതിയും വിശാലതയും കൈവന്നിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ നാട്ടിൽ ആദ്യമായി ഒരു ജീപ്പ് ഒരു ഹാജിയാർ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ കാണാൻ പോയവനാണ്. ഇന്നത് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല. ഇന്ന് എത്ര വാഹനങ്ങൾ വർദ്ധിച്ചു, പക്ഷേ റോഡ് ഇന്നും എൻ്റെ നാട്ടിലും പഴയ കാലത്തുള്ള റോഡല്ലാതെ പുതിയ റോഡുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ റോഡിൻ്റെ ബ്ലോക്ക് കൊണ്ട് ഇവിടെ ഒരു നിലക്കും ഓടിയെത്തുകയില്ലെന്ന് തോന്നിയപ്പോൾ കണ്ണൂരിൽ നിന്ന് കാറ് പിന്നിൽ വന്നോളാൻ പറഞ്ഞു. ഞാൻ മെല്ലെ ട്രെയിനിൽ കയറി എൻ്റെ തടിയെടുത്തതാണ്. അങ്ങനെ ഇവിടുത്തോളം ട്രെയിൻ വരാത്തതുകൊണ്ട് പിന്നെ കാഞ്ഞങ്ങാട് ഇങ്ങോട്ട് പിന്നെയും കാറിൽ വരേണ്ടി വന്നു. കാറ് വേക്കെന്ന് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് താമസിച്ചു പോയതിൽ സംഘാടകരും സദസ്സിൽ വന്നവരുമെല്ലാം, പ്രത്യേകിച്ചും പാവപ്പെട്ട ആളുകൾ, അവരുടെ ആധാരം സ്വീകരിക്കാൻ വേണ്ടിയൊക്കെ വന്നവർ ക്ഷമിക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇശാ നിസ്കാരത്തിന് കുറെ വൈകിയിട്ട് എത്താതെയായി പോയി. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ പൊട്ടിയ ഹദീസാണ്. ഞാൻ 2 ദിവസം മുമ്പാണ് കുട്ടികൾക്ക് അത് ഓതിക്കൊടുത്തത്. നബി സല്ലല്ലാഹു നിങ്ങൾ ഇറങ്ങാൻ കുറെ വൈകി. അപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലാണ്, അതായത് അവസാന സന്ദർഭത്തിലല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാമൻ നിസാഉ വസ്ബിയാനു, കുട്ടികളും സ്ത്രീകളൊക്കെ ഉറങ്ങിപ്പോയി. അങ്ങനെയാണല്ലോ, നമ്മൾ വളരെ വൈകിട്ട് വീട്ടിലേക്ക് കയറി ചെന്നാൽ വീട്ടിലുള്ള ആളുകളൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. നാമൻ നിസാഉ വസ്ബിയാനു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നു. നിസ്കാരം നിർവഹിച്ചതിന് ശേഷം അവിടുന്ന് പറഞ്ഞു, ഈ നിസ്കാരം നിങ്ങളല്ലാതെ ഭൂമിയിൽ വേറെ ആരും ഈ സമയത്ത് കാത്തിരിക്കുന്നവർ ഇല്ല. കാരണം അത് ഇസ്ലാമിന്റെ ആദ്യകാലത്തായിരുന്നു. അന്ന് വേറെ പല സ്ഥലങ്ങളിലും ഇസ്ലാം മതം പ്രചരിച്ചിട്ടില്ല. ആദ്യകാലത്താണ്. ചിലപ്പോൾ ഈ സ്ത്രീകൾ ഉറങ്ങി എന്ന് പറഞ്ഞ ഹദീസ് ചിലർ സ്ത്രീകൾ പള്ളിയിൽ വന്നിരുന്നു എന്നതിന് തെളിവായി ഉദ്ധരിക്കാറുണ്ട്.
അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആദ്യകാലത്തുള്ള സംഭവമാണെന്ന് ഈ ഹദീസിന്റെ ബാക്കി ഭാഗം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആദ്യകാലത്ത് ഈ ഇസ്ലാം മതത്തിലുള്ള നിയമങ്ങൾ പിന്നീട് ഒരുപാട് നിയമങ്ങൾ പുതുതായി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം കാണാനും തൊടാനും പാടില്ല എന്ന നിയമം. സ്ത്രീകളും പുരുഷന്മാരും അവിഹിതമായ രൂപത്തിൽ കലരാൻ പാടില്ല എന്ന നിയമം ഞാനത് സൂക്ഷിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. നമ്മൾ പ്ലെയിനിൽ കയറുമ്പോൾ ചിലപ്പോൾ സ്ത്രീകളും കൂടെ ഉണ്ടാവും. അപ്പൊ കോണിയും വന്ന് ഇറങ്ങാനൊന്നും കഴിയില്ല. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും എയർപോർട്ടിൽ ചെന്നാലും സ്ത്രീകളും ഉണ്ടാവും. നമുക്ക് യാത്ര ചെയ്യാതിരിക്കാനൊന്നും കഴിയില്ല. അപ്പം മെല്ലെ അത് ഫോട്ടോ എടുത്ത് എന്നിട്ട് ഏതെങ്കിലും വാട്സാപ്പിലിട്ട് കണ്ടോ ഇന്നലെ കലരിൽ എന്ന് പറഞ്ഞ മൂലാരി ഇപ്പം ഇതൊരു പെണ്ണുങ്ങളെ കൂടെ നടക്കുന്നു എന്ന് ആരും പറഞ്ഞേക്കത്. അങ്ങനത്തെ ഒരു ലോകമാണ്. അപ്പൊ സഹോദരന്മാരെ, അനധികൃതമായി സ്ത്രീകളും പുരുഷന്മാരും കലരുകയോ സ്പർശിക്കുകയോ കാണുകയോ ചെയ്യരുതെന്ന നിയമം പിന്നീടുണ്ടായതാണ്. അതുകൊണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരു വിരുന്നുകാരൻ വന്നപ്പോൾ, പാവപ്പെട്ട ഒരാൾ വന്നപ്പോൾ വീട്ടിൽ ഭക്ഷണം കൊടുക്കാൻ വല്ലതുമുണ്ടോ എന്ന് അന്വേഷിച്ച് ഒന്നുമില്ല എന്ന് വീട്ടിൽ നിന്ന് മറുപടി കിട്ടിയപ്പോൾ ആരാണ് ഇദ്ദേഹത്തെ സൽക്കരിക്കുക എന്ന് ചോദിച്ചപ്പോൾ സഹാബികളിൽ നിന്ന് ഒരാൾ അദ്ദേഹത്തെ ഏറ്റെടുത്തു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നപ്പോൾ വീട്ടിൽ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ ഉള്ളൂ, വേറെ ഭക്ഷണമൊന്നുമില്ല. ആ കുട്ടികളെ മെല്ലെ താരാട്ടുപാട്ടി പാടിച്ച് ഉറക്കാൻ വേണ്ടി ആ സഹാബി നിർദ്ദേശം നൽകി. കുട്ടികളെ അങ്ങനെ ഉറക്കി. പക്ഷേ അതിഥിയുടെ കൂടെ ഇരുന്ന് വീട്ടുകാരൻ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവർക്ക് തിന്നാനുള്ള ഭക്ഷണമല്ലാതെ അതിഥിക്ക് തിന്നാനുള്ള ഭക്ഷണം ഇല്ല. അതുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീയും ഞാനും കൂടി അതിഥിയുടെ കൂടെ ഇരിക്കണം. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ട് തുടങ്ങുമ്പോ നീ മെല്ലെ വിളക്ക് അല്പം തിരി കൂട്ടാൻ വേണ്ടി, അല്പം വെളിച്ചം കൂട്ടാൻ വേണ്ടിയുള്ള തിരി, ഇന്നത്തെ പോലെ ബൾബും ട്യൂബൊന്നും അല്ലല്ലോ. അപ്പൊ തിരി കയറ്റാൻ വേണ്ടി നീ ശ്രമിക്കണം. പക്ഷെ അതോടുകൂടെ നീ തിരി താഴ്ത്തിയിട്ട് കെടുത്തി കളയണം. അങ്ങനെ ഇരുട്ടിലായിരിക്കണം ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അതിഥിക്ക് തോന്നും നമ്മളും കഴിക്കുന്നുണ്ട്, സംഗതി നമ്മൾ രണ്ടാളും കഴിക്കരുത്, അയാൾ മാത്രം കഴിക്കണം. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് തീറ്റിക്കണം എന്ന് ആ സഹാബി ഉപദേശിച്ചു എന്ന് ഹദീസിൽ കാണാം. ഈ ഹദീസ് പറയുമ്പോ ആരും അതിഥികളെ കൊണ്ടുവന്നാലും വേറൊരു മൊയ്ലിയാര് വീട്ടിലെത്തിയ ഭാര്യനെയും കൂട്ടിയിട്ട് ആരും ഇരിക്കരുത്. ഇത് ആദ്യകാലത്തുള്ള നിയമമാണ്. ആദ്യകാലത്ത് അന്യസ്ത്രീകൾക്കും അന്യപുരുഷന്മാർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമുണ്ടായിരുന്നില്ല. പരസ്പരം കാണുന്നതിനും തൊടുന്നതിനും വിരോധമുണ്ടായിരുന്നില്ല. ഒറ്റപ്പെട്ട ചില സ്ത്രീകൾ ആദ്യകാലങ്ങളിൽ പള്ളികളിൽ പോയിരുന്നു. പിന്നീടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഉലാ വഅഖംന സ്വലാഹ്, സ്ത്രീകൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരടക്കം അങ്ങനെയാകണം. പോരാ, അവർ അവരുടെ ഭംഗികൾ പ്രകടിപ്പിക്കരുത്. അവർ നിസ്കാരം മുറക്ക് വീടുകളിൽ വെച്ച് കൃത്യമായി നിർവഹിക്കണം. പോരാ, ആ സ്ത്രീകൾക്ക് ഒരുപാട് പ്രയാസമാണ് പള്ളിയിൽ വരണമെന്ന നിർദ്ദേശം കൊടുത്താൽ. അതുകൊണ്ട് അവർക്ക് പള്ളിയിൽ വരാതെ തന്നെ പ്രതിഫലം വാരിക്കോരി കൊടുക്കുകയാണ്. അവരെ വീടുകളിൽ വെച്ച് അവർ നിസ്കരിച്ചാൽ അവർക്ക് കൂടുതൽ പുണ്യം അല്ലാഹു നൽകുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് പിന്നീടാണ്. അതുകൊണ്ടാണ് ഉമ്മു ഹുമൈദിനെ സാഇദി റളിയല്ലാഹു അൻഹാ ഒരു ദിവസം നബിയെ തങ്ങളുടെ കൂടെ മദീന പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോ, നിന്റെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിനക്ക് എത്രയോ ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകൾക്ക് വീട്ടിന്റെ ഉള്ളാണ് ഖൈർ എന്ന സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരുന്നു കുറേ സമയം സഹാബത്ത്. സ്ത്രീകളും പുരുഷന്മാർക്കും ഉറങ്ങിപ്പോകുന്ന സമയമായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നിട്ട്, ഇന്ന് വേറെ ആരും ഇതുപോലെ കാത്തിരിക്കുന്നവർ വേറെ ലോകത്തെവിടെയും ഇല്ല എന്ന് പറഞ്ഞതിന്റെ പുറമേ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമെല്ലാം നിസ്കാരത്തിൽ തന്നെയുള്ള പ്രതിഫലമാണ്, നിസ്കാരത്തിൽ പങ്കെടുത്ത അതേ പ്രതിഫലമാണ്. ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു നല്ല കാര്യത്തിന് വേണ്ടി വല്ലവരും കാത്തിരുന്നാൽ കാത്തിരിക്കുന്ന സമയമെല്ലാം
ആ കാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന അതേ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഇതേപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ നിസ്കരിച്ച സ്ഥലത്തു നിന്ന് എവിടെയും പോകാതെ ആ സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് തസ്ബീഹും ദിക്റും നിർവഹിക്കുകയാണെങ്കിൽ അവന് മലക്കുകൾ ആ സ്ഥലത്ത് നിന്ന് വിട പറയാത്ത സമയത്തോളം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്ന് തസ്ബീഹും ദിക്റും നിർവഹിക്കുന്നതിന് വലിയ പ്രതിഫലമാണ്. പക്ഷേ ഇമാമാണ് നിസ്കരിക്കുന്നതെങ്കിൽ, നിസ്കരിക്കുന്ന വ്യക്തി ഇമാമാണെങ്കിൽ ആ ഇമാമിന് സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുപോലെ വലതു ഭാഗം മഅ്മൂമീങ്ങളിലേക്കും ഇടതു ഭാഗം ഖിബലയിലേക്കുമാക്കി തിരിഞ്ഞിരുന്നു കൊണ്ട് അത് എഴുന്നേറ്റ് കൊണ്ട് ഇരിക്കാം, അല്ലെ അതേ ഇരുന്ന ഇരുത്തത്തിൽ തന്നെ തിരിഞ്ഞിരിക്കുകയുമാകാം. അങ്ങനെ തിരിഞ്ഞിരുന്നു കൊണ്ട് ദിക്റും തസ്ബീഹും ദുആയും നടത്തുന്നതാണ് ഇമാമിന് പുണ്യം. ഇമാമിന്റെ നിയമമല്ല മറ്റുള്ളവർക്കുള്ള നിയമം. മറ്റുള്ളവർക്കുള്ള നിയമം ഇമാം പിരിയുന്നത് വരെ, ഇമാം എഴുന്നേൽക്കുന്നത് വരെ അത്യാവശ്യമുണ്ടെങ്കിൽ അല്ലാതെ എഴുന്നേൽക്കരുതെന്നാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനോട് വലിയ താല്പര്യമുള്ള സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം പങ്കെടുത്തിരുന്ന ഒരു നിസ്കാര സദസ്സിൽ നിസ്കരിച്ച ഉടനെ ഒരാൾ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ദിക്റിനും ദുആക്കും നിൽക്കാതെ എഴുന്നേറ്റ് നിന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചുമല് പിടിച്ചൊന്ന് അമർത്തിയിട്ട് പറഞ്ഞു, ഇജ്ലിസ്, ഇരിക്കടോ അവിടെ. ഇമാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കാൻ എഴുന്നേറ്റ് ഉമർ ഇബ്നുൽ ഖത്താബിന് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി തങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഒന്ന് നോക്കി, എന്നിട്ട് അവിടുന്ന് സന്തോഷത്തോടെ പറഞ്ഞു, അസാബല്ലാഹു ബിക ഇബ്നുൽ ഖത്താബ്, ഓ ഉമർ ഇബ്നുൽ ഖത്താബ്, ശരിയായ മാർഗത്തിനെതിരായി ആര് പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ വളരെ സജീവമായി സത്യത്തിന്റെ പക്ഷത്ത് പ്രവർത്തന രംഗത്തുണ്ട്. വകയിൽ ഒരു സർട്ടിഫിക്കറ്റും കൂടി കിട്ടി. എന്നിട്ട് പറഞ്ഞു, മുൻഗാമികളായ ആളുകൾ പലരും നശിച്ചു പോയത് തന്നെ ഫർളിന്റെയും സുന്നത്തിന്റെയും ഇടയ്ക്ക് വിടവില്ലാതെ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിച്ചിട്ടാണ്. അപ്പൊ അത്യാവശ്യം ബസ്സിന് പോകേണ്ടവർ, ട്രെയിനിന് പോകേണ്ടവർ, അങ്ങനത്തെ ആളുകൾക്ക് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇമാം എഴുന്നേൽക്കുന്നവരെ എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരുന്ന് തസ്ബീഹും ദിക്റൊക്കെ നിർവഹിക്കുകയാണ് വേണ്ടത്. അതേ സ്ഥലത്ത് തന്നെ ഇരിക്കും. മാദാമ ഫീ മുസല്ലാഹു, നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോൾ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തതായി കാണാം. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അല്പം കാത്തുനിന്ന് പോയെങ്കിലും അതിൽ ആർക്കും വിഷമം തോന്നരുത്. ഇല്ല, കാത്തുനിന്ന സമയത്തൊക്കെ നിങ്ങൾ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. വെറുതെ ഇരുന്നിട്ടില്ല. വെറുതെ ഇരുന്നാൽ തന്നെ പ്രതിഫലമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇതുവരെയും പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ വാക്കുകളും പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും ചലനങ്ങളും അടക്കങ്ങളും എല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ലോകത്തിന് മുഴുവനും വെളിച്ചം നൽകിയ തുല്യതയില്ലാത്ത നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാത്ത ഒരു സൃഷ്ടിയും ഇല്ല. എല്ലാ സൃഷ്ടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ജന്മം കൊണ്ട ദിവസം റബീഉൽ അവ്വൽ 12 അന്ന് അവിടുന്ന് ജന്മം കൊണ്ട ദിവസം അതാ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ അയാസ്ഫനമൽ ഈദില്ലദീ സഫഹു ലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി എന്ന് പറയുന്ന ആ പദ്യത്തിൽ അതേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച
ദിവസം വിഗ്രഹങ്ങൾ വരെ തലകുത്തി മറിഞ്ഞ് ആ സന്തോഷം പ്രകടിപ്പിച്ചു എന്നതിന്റെ പേരിലാണ് ആ പദ്യം മങ്കൂസ് മൗലിദിൽ വരാൻ കാരണം. എല്ലാ വസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു. അന്ന് സന്തോഷിക്കാത്ത ഒരേ ഒരു വ്യക്തിയുണ്ട്. ലിമിലാദിഹി ഖദ്റന്ന ഇബ്ലീസു റന്നതൻ ഫസ്ഖൽ ലഹു മാദാ യുഫിദു റനീനുഹു. ഇബ്ലീസ് മാത്രം വന്ന് ദുഃഖിച്ചു. അവൻ നിലവിളിച്ചു കരഞ്ഞു. കാരണം അവന്റെ കുതന്ത്രങ്ങൾ ഇവിടെ വിലപ്പോകാതിരിക്കുകയാണ്. അവന്റെ കുതന്ത്രം കൊണ്ടാരെങ്കിലും വഞ്ചിച്ച് നരകത്തിലേക്ക് എത്തിക്കുമ്പോൾ അവരെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന നേതാവിന്റെ ജന്മം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ജന്മത്തിൽ ദുഃഖിക്കാൻ ഇബ്ലീസ് മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഇബ്ലീസിനെ പിന്തുടരാത്ത മുഴുവൻ ആളുകളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ ഇന്നും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു റബീഉൽ അവ്വൽ 12-നാണ് മഹാന്മാരായ സ്വഹാബത്ത് തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിതാ ബിൽ അംരിൽ മുതാഇ ജിതാ ശറഫ المدينة مرحبا يا خير داعي. എന്നിങ്ങനെയുള്ള വരികൾ ചൊല്ലിയിട്ട് മൗലിദോദി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചിരുന്നത്. ആ മൗലിദിന്റെ വരികൾ ഇന്നും നമ്മൾ ചൊല്ലാറുണ്ട്. അത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ആ റബീഉൽ അവ്വൽ 12-ന്റെ ദിനം സഹാബത്തിന്റെ കാലം മുതലേ റബീഉൽ അവ്വൽ മാസം ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മവാഹിബുൽ ലദുന്നിയിൽ രേഖപ്പെടുത്തി മാ സാല അഹ്ലുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആളുകൾ കാലകാലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മരാത്രിയിൽ ജന്മദിവസത്തിലും അവിടുന്ന് ജനിച്ച മാസത്തിന്റെ ഓരോ രാത്രികളിലും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും നബി തങ്ങളുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ പറയുകയും അവിടുത്തെ പ്രകീർത്തനങ്ങൾ പാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ, ഒരു സ്ഥാപനത്തിൽ നടത്തുകയാണെങ്കിൽ, ഒരു നാട്ടിലങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു വർഷത്തോളം ആ നാട്ടിന് അമാനാണ്, നിർഭയത്വത്തിന് കാരണമാണ്, പടച്ച റബ്ബിന്റെ കാവൽ കിട്ടാൻ കാരണമാണെന്ന് സഹീഹുൽ ബുഖാരിക്ക് ലോകപ്രശസ്തമായ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ മവാഹിബുൽ ലദുന്നിയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് കേരളത്തിൽ മാത്രമുള്ള ഏർപ്പാടല്ല. ഇമാമിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്ത വിഷയമല്ല. ഏതൊരു വിഷയത്തെക്കുറിച്ചും സംസാരിക്കേണ്ടത് വിവരമുള്ളവരല്ലേ. ആ വിവരമുള്ളവർക്കല്ലേ കാര്യം പറയാൻ അർഹതയുള്ളൂ. പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഖുർആൻ പറയുന്ന മോഡലുകൾ, വിവരങ്ങൾ അത് മഹാപണ്ഡിതന്മാരായ ഇമാമിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് വിവരമില്ലാത്ത നമ്മൾ ഒരു വിഷയം പറയാൻ പാടില്ല. നമ്മൾ ഇമാമിങ്ങൾ എന്ത് പറഞ്ഞുവെന്ന് നോക്കണം.
ഇമാമിങ്ങൾ അവർക്ക് വലിയ പവറാണ്, അവർക്ക് വലിയ സ്ഥാനമാണ്. നമ്മളോട് അല്ലാഹുവിന്റെ നിർദ്ദേശം തന്നെ ഇമാമിങ്ങളെ പിന്തുടർന്ന് ജീവിക്കാനാണ്. മഹാപണ്ഡിതന്മാർക്ക് അല്ലാഹു നൽകുന്ന, അല്ലാഹുവിനോട് അവർ നടത്തുന്ന പ്രാർത്ഥന തന്നെ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഭക്തിയുള്ള ജനങ്ങൾക്ക് ഞങ്ങളെ നീ ഇമാമീങ്ങളാക്കണേ എന്ന് മഹാന്മാര് പ്രാർത്ഥിക്കുമെന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ മുത്തഖീങ്ങളായ ആളുകൾക്ക് ഇമാമീങ്ങളായി കുറെ ആളുകളുണ്ട്. ആ ഇമാമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കണമെന്ന് ഹബീബായ നബി തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുമുണ്ട്. അദ്ദീനു അന്നസീഹ ഖാലൂ ലിമൻ ഖാല ലില്ലാഹി വലി റസൂലിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീന വലി ആമ്മത്തിഹിം ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്, ഈ ഹദീസിൽ ഇമാമിങ്ങൾക്ക് നസീഹത്ത് വേണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മഹാനായ ഇമാം നവവി, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ പോലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുപോലെ ആദരിക്കുന്ന ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. അതേ ഇമാമിങ്ങളെ അനുധാവനം ചെയ്യണം, അവരെ അനുസരിക്കണം, അത് ആവശ്യമാണ്, അത് പരിശുദ്ധ ദീനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേ നബി തങ്ങൾ തന്നെയാണ് പറഞ്ഞത്, കാലം മുന്നോട്ട് പോകുമ്പോൾ, ഖിയാമത്ത് നാളാകുമ്പോൾ അതാ ഇമാമിങ്ങളായ പണ്ഡിതന്മാരൊക്കെ മരിച്ച് തീർന്നു പോകും. അവസാനം ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ, അറിവില്ലാത്ത ജനങ്ങളെ പലരും നേതാക്കളാക്കും. അറിവില്ലാതിരുന്നാൽ കുഴപ്പമുണ്ടോ? എല്ലാവർക്കും അറിവുണ്ടാവും, നമുക്കൊക്കെ അറിവുണ്ടാവും. നമുക്കൊന്നും അറിവില്ല. പക്ഷേ അറിവില്ലാതിരുന്നാൽ കുഴപ്പമില്ല. അറിവില്ല എന്നുള്ള ബോധം വേണം. എന്നാ പിന്നെ അറിവില്ലാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മളൊക്കെ നമ്മൾ ഡോക്ടർമാരല്ല, നമ്മൾ രോഗികളാണ്. രോഗമായതിന് കുഴപ്പമില്ല, പക്ഷേ ഞാൻ രോഗിയാണെന്നുള്ള ബോധം വേണം. നേരെ വെച്ച് രോഗിയാന്നുള്ള ബോധം കൂടി ഇല്ലെങ്കിലോ, രോഗിയാണെന്നുള്ള ബോധം നമുക്കില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ സമീപിക്കണം, ഡോക്ടർ പറയും പോലെ ചികിത്സിക്കണം, ഡോക്ടർ പറയും പോലെ പഥ്യം സ്വീകരിക്കണം എന്ന ധാരണ ഉണ്ടാവില്ല. ആ ധാരണ ഇല്ലാതിരിക്കുമ്പോഴോ നമ്മൾ ഏതെങ്കിലും ഒരു ചികിത്സന്റെ പുസ്തകം കിട്ടിയാൽ ആ ചികിത്സന്റെ പുസ്തകത്തിലുള്ളതുപോലെ ചിലപ്പോൾ നമ്മൾ ചികിത്സ അങ്ങ് തുടങ്ങിയാലോ ഹലാക്കാവുകയും ചെയ്യും. ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞില്ല. എൻ്റെ വീട്ടിന്റെ മുന്നിൽ ഒരു മൂസാജി ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി, കുറെ മുമ്പ് മരിച്ചുപോയി. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മുത്തഅല്ലിമായിരുന്ന കാലത്ത് അദ്ദേഹം ഇങ്ങനെ പ്രായമുള്ള ആളാണ്, എൻ്റെ ബാപ്പന്റെ സ്നേഹിതനാണ്. അതേ എന്നെ ഇങ്ങനെ ഉപദേശിക്കും, നീ കുറച്ച് പഠിക്കുമ്പോഴേക്ക് ഞാൻ വലിയ വിവരമുള്ള ആളാണെന്ന് തോന്നിപ്പോകരുതേന്ന് മൂസഹാജി ഉപദേശിക്കും. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. നല്ല ഉപദേശമാണ് മുത്തഅല്ലിമീങ്ങൾക്കും കുറച്ചൊക്കെ പഠിക്കുന്നവർക്കും എപ്പോഴും ആവശ്യമായ ഒരു ഉപദേശമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ ഞാനൊരു ബുക്കിലും വായിച്ചിട്ടില്ല, ഞാൻ കാണാത്തത് സാധാരണ പറയാറില്ല, പറഞ്ഞാൽ ഇങ്ങനെ തന്നെ പറയും, ഇന്നാള് പറഞ്ഞു എന്നൊക്കെ പറയും. അപ്പോ മുസഹാജി അന്ന് പറഞ്ഞു, ഒരാളൊരു പുസ്തകം എടുത്ത് ഇങ്ങനെ വായിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് കുറേ കാലമായി വാതരോഗമാണ്, കിടപ്പാണ്, വിഷമത്തിലാണ്. അപ്പൊ അദ്ദേഹം ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പുസ്തകം വായിച്ചപ്പോൾ അതിൽ കണ്ടു വാതരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെച്ചാൽ നല്ലതല്ല. അപ്പൊ അദ്ദേഹം ഉമ്മാന്റെ രോഗം മാറാൻ വേണ്ടി പെട്ടെന്നൊരു ഇരുമ്പ് ചൂടാക്കി കൊണ്ടുപോയിട്ട് ഉമ്മാന്റെ കാലിന് കൊണ്ടുപോയി വെച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഉമ്മ